ഈ മൊഡ്യൂളിൽ ലാസ്റ്റ് പഠിക്കാനുള്ളത് ഒരു പോമാണ്, ഇൻട്രൊഡക്ഷൻ ടു പോയട്രി എന്ന് പറഞ്ഞിട്ടുള്ള ബില്ലി കോളിൻസിൻ്റെ ഒരു വർക്കാണ് നമുക്ക് ഈ AACയുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് ലാസ്റ്റായിട്ട് പഠിക്കാനുള്ളത്. ഇതൊരു ഫസ്റ്റ് പേഴ്സൺ പേഴ്സ്പെക്റ്റീവിൽ എഴുതിയിട്ടുള്ളൊരു പോയാണ്. അതായത് ഒരാൾ നമ്മളോട് പറയുന്ന പോലെ. മാത്രമല്ല അത് സ്പീക്കർ പോയിട്ടാണെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആണ് എന്നുള്ള രീതിയിലും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒരു ലിറിക് പോയമാണ്, ഒരു ഡ്രാമാറ്റിക് മോണോലോഗ് പോലെ നമുക്കിത് കൺസിഡർ ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ഒരു പോയം എങ്ങനെ എൻജോയ് ചെയ്യണമെന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് നമ്മൾ വെറുതെ ഒരു കവിത വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അത് വായിച്ച് അതിനെ അറിയാൻ ശ്രമിക്കണം, അതിനെ എങ്ങനെ എൻജോയ് ചെയ്യണം എന്നുള്ള പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഒത്തിരി അധികം ലിറ്റററി ഡിവൈസസ് യൂസ് ചെയ്തിട്ടുണ്ട്, മെറ്റഫേഴ്സ് ഉണ്ട്, സിമിലീസ് ഉണ്ട്, അതുപോലെ തന്നെ കുറേ അധികം ഇമേജറി യൂസ് ചെയ്തിട്ടുള്ളൊരു പോയം കൂടിയാണ്. നമുക്ക് നേരെ പോയത്തിലേക്ക് പോവാം. ആദ്യത്തെ ലൈനിൽ എന്താ പറയുന്നത് നോക്കാം. ഐ ആസ്ക് ദം ടു ടേക്ക് എ പോം ആൻഡ് ഹോൾഡ് ഇറ്റ് അപ്പ് ടു ദ ലൈറ്റ് ലൈക്ക് എ കളർ സ്ലൈഡ്. അതായത് താൻ ആരോടോ പറയുന്ന പോലെയാണ്. അപ്പോൾ അത് കൂടുതലായിട്ട് നമുക്ക് സ്പീക്കർ ഒരു ടീച്ചർ പോലെ തൻ്റെ സ്റ്റുഡൻസിനോട് പറയുന്ന രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. എന്താ പറയുന്നത്, ഒരു പോയം എടുത്തിട്ട്, ഒരു കവിത എടുത്തിട്ട് അത് വെളിച്ചത്തിന് നേരെ പിടിച്ച് അതിനെ അനാലിസ് ചെയ്യാനാണ് പറയുന്നത്. വെളിച്ചത്തിന് നേരെ നമ്മൾ സാധാരണ എന്തിനാണ് വെക്കുക, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ളൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ വെളിച്ചത്തിന് നേരെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം അനാലിസ് ചെയ്യുക. അപ്പോൾ അതിനെ സ്ക്രൂട്ടിനി ചെയ്യുക എന്നുള്ള അർത്ഥമാണ് അവിടെ കൊടുക്കുന്നത്. എങ്ങനെയാണ് അതിനെ അനാലിസ് ചെയ്യേണ്ടത്? ഒരു കളർ സ്ലൈഡ് പോലെ, ഒരു പഴയ ഫോട്ടോഗ്രാഫ് പോലെ, അല്ലെങ്കിൽ ഒരു ഫിലിം പോലെ അതിൻ്റെ ബ്യൂട്ടി, അതിൻ്റെ കളർ, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നോക്കാനാണ് സ്പീക്കർ പറയുന്നത്. അടുത്ത ലൈൻ എന്താ? ഓപ്രസ് ആൻഡ് ഇയർ അഗെയിൻസ്റ്റ് ഇറ്റ്സ് ഹൈവ്. അതിൻ്റെ ഹൈവിനെതിരെ നമ്മുടെ ചെവി കാത് ഓർത്ത് വെക്കാൻ. ഹൈവ് എന്ന് പറയുമ്പോൾ നമ്മുടെ തേനീച്ചയുടെ കൂട്, അതിനാണ് നമ്മൾ ഹൈവ് എന്ന് പറയുക. അതൊരു മെറ്റഫറാണ്. ഒരു പോയത്തിനെ ഒരു ബീ ഹൈവുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇത് രണ്ട് തരത്തിലാവാം. ബീ ഹൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. എപ്പോഴും ഈ തേനീച്ചകളുടെ മൂളലും അവരിങ്ങനെ വന്നും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അവർ ഹണി ശേഖരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ആക്റ്റീവായിരിക്കുന്ന ഒരു സ്ഥലമാണ് ബീ ഹൈവ് എന്ന് പറയുന്നത്. മാത്രമല്ല അതിനകത്ത് ഒത്തിരി അധികം പൊട്ടൻഷ്യലും ഉണ്ട്. അതായത് ഒത്തിരി അധികം കാര്യങ്ങൾ പോസിബിളും കൂടെ ആവുന്നൊരു സ്ഥലമാണ് ബീ ഹൈവ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം പോയത്തിനെ ബീ ഹൈവുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. വേറൊരു കാര്യം എന്ന് പറയുന്നത്, ബീ ഹൈവ് ഉണ്ടാക്കുന്നത് ആരൊക്കെയാണ്? വർക്കർ ബീസാണ്. നമുക്കറിയാം തേനീച്ചകളിൽ പലതരം വിഭാഗങ്ങളുണ്ട്. റാണി തേനീച്ചയുണ്ട്, അതുപോലെ വർക്കർ ബീസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ വർക്കർ ബീസ് ചേർന്നിട്ടായിരിക്കും ഓരോ ഹൈവ്, ഓരോ കുഞ്ഞു കൂട്ടി വലിയൊരു ബീ ഹൈവ് ഉണ്ടാക്കുന്നത്. അപ്പം കവി ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പോയത്തിൽ കുറേ അധികം വേർഡ്സ് കൂടി ചേർന്നിട്ടാണ് ഒരു പോം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പോയത്തിന് അതിൻ്റെ മൊത്തത്തിലുള്ളതായിട്ട് ഒരു അർത്ഥമുണ്ട്, എന്നാൽ അതിലെ ഓരോ വാക്കും ഇമ്പോർട്ടൻ്റ് ആണ് താനും. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ആ പോയം മൊത്തത്തിൽ ആ പോയത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതായിരിക്കും അതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ വാക്കായിട്ട് ഇൻഡിവിജ്വലി എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓരോ വർക്കർ ബീസിനെ എടുത്ത് നോക്കുകയല്ല, നേരെ മറിച്ച് ആ ബീ ഹൈവിനെ ഒറ്റക്കെട്ടായിട്ട് ഒറ്റ സാധനമായിട്ട് നോക്കി കാണുകയായിരിക്കും ഇമ്പോർട്ടൻ്റ് എന്നാണ് പറയുന്നത്. അടുത്ത ലൈൻ എന്താ? I say drop a mouse into a poem and watch him probe his way out. ഞാൻ പറയുന്നത് ഒരു കവിതയിലേക്ക് ഒരു എലിയെ എടുത്തിടാനാണ്. എന്നിട്ട് ആ എലി തൻ്റെ പ്രോബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വഴി കാണാതെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് തിരഞ്ഞുകൊണ്ട് ഓടുമല്ലോ, അതിനാണ് പ്രോബ് എന്നുള്ള രീതിയിൽ പറയുക. അതായത് നമ്മൾ ഇപ്പം പ്രത്യേകിച്ച് ജീവികളെയൊക്കെ നമ്മൾ പൊക്കിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിങ്ങനെ വെപ്രാളടിക്കും, എന്നിട്ട് നമ്മൾ താഴെ വെച്ച മൊമെൻറ്റിൽ അവർ ഓടും. ആ ഒരു ഇതിനെയാണ് പ്രോബ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എലിയെ എടുത്തിട്ട് ഒരു കവിതയിലിട്ടിട്ട് അത് തൻ്റെ വഴി തിരഞ്ഞു പോകുന്നത് പോലെ. അപ്പം ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എലിയെ ഒരു മെയ്സിലിട്ട പോലെയല്ല. മെയ്സ് എന്ന് വെച്ചാൽ എന്താ, അതിനൊരൊറ്റ എൻട്രി പോയിൻ്റേ ഉണ്ടാവുള്ളൂ. അതായത് ഒരൊറ്റ സ്ഥലത്ത് കൂടെ അതിന് നമുക്ക് ഇറങ്ങാനും കയറാനും പറ്റുള്ളൂ. അപ്പോൾ പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒത്തിരി അധികം വഴികളുണ്ടാവും. അപ്പോൾ നമ്മൾ തന്നെത്താൻ തിരഞ്ഞ് വേണം നമ്മുടെ ശരിയായ ദിശ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെയാണ് ഒരു പോയം എന്നാണ് പറയുന്നത്. അപ്പം അതേപോലെ നമ്മൾ ഇതർ ഒരു തരത്തിലാലോചിക്കുമ്പം നമ്മളൊരു ഗൈഡ് ഇല്ലാതെ നമ്മൾ തന്നെത്താൻ അതിൽ മനസ്സിലാക്കിയിട്ട് വേണം അതിനെ എൻജോയ് ചെയ്യാൻ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും അതിനെ എൻജോയ് ചെയ്യാനും. നമ്മൾ തന്നെ നമ്മുടെ ദിശ അതിനകത്ത് കണ്ടുപിടിക്കണം. അങ്ങനെ വേണം നമ്മളൊരു കവിതയെ മനസ്സിലാക്കാനും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫോഴ്സ് ചെയ്യാതെ നമ്മുടെ ഒരു ആകാംക്ഷയെ കൊണ്ട് തന്നെ നാച്ചുറലായിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്.
അടുത്ത ലൈൻ, or walk inside the poem's room and feel the walls for a light switch. നമ്മൾ ഇരുട്ടത്ത് ഒരു മുറിയിലേക്ക് കയറി ചെല്ലുകയാണ്. അങ്ങനെ ഒരു മുറിയായിട്ടാണ് പിന്നെ പോയത്തിനെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇരുട്ടായിട്ടുള്ളൊരു മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്താവും, നമ്മൾ ആദ്യമായിട്ടാണ് കയറി ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതിന് സ്വിച്ച് എവിടെയാണെന്നൊന്നും അറിയണ്ടാവില്ല. അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, നമ്മളിങ്ങനെ പരതും, ചുമരിലൂടെ ഇങ്ങനെ കൈവച്ച് പരതി ലാസ്റ്റ് കണ്ടുപിടിക്കുക സ്വിച്ച്, എന്നിട്ട് നമ്മൾ ലൈറ്റ് ഓൺ ചെയ്യും. അതുപോലെ വേണം എന്താ പറയുന്ന ഒരു മീനിങ് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഒരു പോയത്തിനെ മനസ്സിലാക്കാൻ. ആ ഡാർക്ക്നെസ്സിൽ ലൈറ്റ് കണ്ടെത്തുന്നത് പോലെയാണ് നമ്മളൊരു പോയത്തിനെ മനസ്സിലാക്കിയെടുക്കാൻ, തന്നെ ഫീൽ ചെയ്ത് ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ഫീൽ ചെയ്ത് വേണം നമ്മളതിനെ മനസ്സിലാക്കിയെടുക്കാൻ. അത് ഇറ്റ് മേ റിക്വയർ ടൈം, അതിന് ചിലപ്പോൾ സമയമെടുക്കും, പക്ഷേ അങ്ങനെ വേണം അത് മനസ്സിലാക്കിയെടുക്കാൻ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ലൈൻസ്, ഐ വോണ്ട് ദം ടു വാട്ടർ സ്കീ across the surface of a poem waving at the author's name on the shore. വാട്ടർ സ്കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഒരു ബോട്ടിൻ്റെ ബാക്കിൽ ഒരു കയറോ അല്ലെങ്കിൽ റോപ്പോ ഒരു കേബിൾ പോലെ കെട്ടിയിട്ട് ഒരാൾ വെള്ളത്തിൽ രണ്ടിങ്ങനെ വലിയ പാഡ് പോലുള്ള സാധനത്തിൽ നിന്ന് ഭയങ്കര സ്പീഡിൽ പോകുന്നത്, അതായത് ആ ബോട്ടിൻ്റെ സ്പീഡിലായിരിക്കും അയാളും പോവുക. അങ്ങനത്തെ ഒരു സ്പോട്ടിനെയാണ് നമ്മൾ വാട്ടർ സ്കീയിങ് എന്ന് വിളിക്കുക. അപ്പം ഈ വരികളിൽ എന്താ പറയുന്നത്, അതുപോലെ എന്താ പറയുന്നത്, ഈ വെള്ളത്തിൻ്റെ പ്രതലത്തിലൂടെ, വെള്ളത്തിൻ്റെ സർഫസിലൂടെ ആളുകൾ വാട്ടർ സ്കീ ചെയ്യുന്നത് പോലെ വേണം പോയത്തിൻ്റെ സർഫസിലൂടെ നമ്മൾ പോവാൻ. എങ്ങനെ, ഓഥറിൻ്റെ, അതായത് തീരത്തുള്ള ഓഥറിൻ്റെ പേരിനെ കൈകൊണ്ട് വേവ് ചെയ്ത് ഈ പോയത്തിൻ്റെ സർഫസിലൂടെ നമ്മൾ വാട്ടർ സ്കീ ചെയ്ത് പോകുന്ന പോലെ പോകണം എന്നാണ് ലിറ്ററൽ മീനിങ് ഈ വരികളുടെ. അതായത് ഇവിടെ പറയുന്നത് എന്താ, ഇവിടെ പുതിയൊരു മെറ്റഫർ കൊണ്ടുവരികയാണ്. അതായത് പോയത്തിനെ ഒരു വാട്ടർ പോലെയാണ് കണക്കാക്കുന്നത്. ആൻഡ് അതിൽ ആദ്യം എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്, നമ്മൾ ആദ്യം അതിലേക്ക് ഭയങ്കര ഡീപ്ലി ഇറങ്ങി പോകുന്നതിന് മുമ്പ് അതിൻ്റെ സർഫസിലൂടെ നമ്മൾ ഗ്ലൈഡ് ചെയ്ത് പോകണം. മാത്രമല്ല അതിൽ ഉദ്ദേശിക്കുന്നത് ആ ഒരു സെൻസ് ഓഫ് റിസ്ക്കും കൂടെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതേസമയം നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഓഥറിനെയും കൂടെ നമ്മൾ അക്നോളജ് ചെയ്യുന്നുണ്ട്. ഓഥർ ആരാ ഈ സമയത്ത്, ഓഥർ ഒരു ഡിസ്റ്റൻറ്റ് ഒബ്സർവർ പോലെയാണ് കാണിക്കുന്നത്. അതായത് നമ്മൾ തുടങ്ങുമ്പോൾ, ഒരു കവിത വായിച്ച് തുടങ്ങുന്ന സമയത്ത് സ്വന്തം, അതായത് റീഡറിൻ്റെ ഇമോഷൻസിനും റീഡറിൻ്റെ ആ ജേണിക്കാണ് അവിടെ ഇമ്പോർട്ടൻസ്, റാദർ ദാൻ ഓഥറിൻ്റെ ഇൻറ്റൻഷൻസിന്. അതായത് ചിലപ്പം നമ്മൾ ഓഥർ ഈ കവിത കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം തന്നെ ആവണമെന്നില്ല നമ്മളൊരു റീഡർ എന്നുള്ള നിലയ്ക്ക് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു കവിത വായിക്കുമ്പോൾ നമ്മളത് കംപ്ലീറ്റ്ലി ഒരു റീഡറിൻ്റെ എന്താ പറയുന്ന പെർസ്പെക്റ്റീവിൽ നിന്ന് വേണം അത് മനസ്സിലാക്കാൻ, റാദർ ദാൻ എന്താ പറയുന്ന ഓഥർ എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരം എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഓഥർ ഷോറിലാണ് നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. ഓഥറിൻ്റെ നെയിമിനെ നമ്മൾ, ഷോറിൽ നിൽക്കുന്ന ഓഥറിൻ്റെ പേരിനെ നമ്മൾ വേവ് ചെയ്യാണ്. അപ്പോൾ ഓഥർ എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻറ്റ് ഒബ്സർവറാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അതിനെ എന്താ പറയുക, ഒരു പ്ലേഫുൾ മാനറിൽ ഭയങ്കര ലൈറ്റായിട്ട് അതിൻ്റെ റിഥം, ഇമേജറി, സ്ട്രക്ചർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്നിട്ട് മതി നമ്മളതിലേക്ക് കൂടുതൽ ആഴ്ന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ലൈൻസ് എന്താ, ബട്ട് ഓൾ ദേ വോണ്ട് ടു ഡു ഇസ് ടൈ ദ പോം ടു എ ചെയർ വിത്ത് റോപ്പ് ആൻഡ് ടോർച്ചർ എ കൺഫെഷൻ ഔട്ട് ഓഫ് ഇറ്റ്. എന്താ പറയുന്നത്, പക്ഷേ എല്ലാവരും ചെയ്യുന്നത് എന്താ, കവിതയെ ഒരു കസേരയിൽ കെട്ടിയിട്ടിട്ട് അതിനെ നല്ലോണമായിട്ട് എന്താ പറയുന്നത്, ക്രൂരമായിട്ട് അതിനെ ടോർച്ചർ ചെയ്ത് അതിൽ നിന്നൊരു കൺഫെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറ്റസമ്മതം പോലെ ഒന്ന് പുറത്തെടുക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ഇൻറ്റൻഷൻ എന്നാണ് പറയുന്നത്. സോ ഇവിടെ ബേസിക്കലി ആ സ്പീക്കറിൻ്റെ ഒരു ഫ്രസ്ട്രേഷനാണ് കാണിക്കുന്നത്. എന്താ കാരണം, നമ്മളെല്ലാവരും ഇപ്പോൾ റീഡേഴ്സ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും ഒരു കവിതയുടെ ഒരു ഫിക്സഡ് മീനിങ് നോക്കാനാണ് നമുക്കെല്ലാവർക്കും ധൃതി, നമുക്കെല്ലാവർക്കും അത് മനസ്സിലാക്കാനാണ് താല്പര്യം, റാദർ ദാൻ ആ പോയം എക്സ്പീരിയൻസ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ആ പോയം ഫീൽ ചെയ്യുന്നതിലോ അല്ല. അതിൽ നിന്നൊരു ഫിക്സഡ് മീനിങ്ങോ ഇതായിരിക്കും കവി ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണ് എന്ന് പറയാൻ അല്ലെങ്കിൽ എന്ന് മനസ്സിലാക്കാനാണ് എല്ലാവർക്കും താല്പര്യം എന്നാണ് സ്പീക്കർ പറയുന്നത്. അതായത് ഒരു ഫോഴ്സ്ഡ് മെത്തേഡായിട്ടാണ് കാണിക്കുന്നത്, ഒരു വയലൻ്റ് ആയിട്ടുള്ള, കാരണം ഒരു ഫോഴ്സ് ചെയ്ത് ഇങ്ങനൊരു മീനിങ് ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മളതിനെ ഡൊമിനേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സോ അതും ഒരു മെറ്റഫറാണ്. ഈ ഒരു വയലൻറ്റ് ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു പ്രോസസ്സ് ഒരു മെറ്റഫറായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പലപ്പോഴും ചില പോയ്സിനെയൊക്കെ നമ്മൾ ഓവർ അനലൈസ് ചെയ്യും. ചിലപ്പോൾ ആരും ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ പോലും നമ്മൾ അതിനകത്തുനിന്ന് വായിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കും. കാരണം നമുക്ക് ഉറപ്പായിട്ടുള്ളൊരു ആൻസറാണ് വേണ്ടത്, ഭയങ്കര ഫാക്ച്വലായിട്ടുള്ള ആൻസറുകൾക്കാണ് നമ്മൾ പോകുന്നത്. നേരെ മറിച്ച് അതിൻ്റെ ഒരു ഭംഗിയോ അല്ലെങ്കിൽ അതിന് ആ ഒരു മിനിമലിസത്തെയോ അതിൽ ചിലപ്പോൾ വളരെ മിതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. അതിനെയൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, അപ്രിഷ്യേറ്റ് ചെയ്യില്ല. അപ്പോൾ ആ ഒരു
ഒരു ഫ്രസ്ട്രേഷനാണ് ഈ വരികളിലൂടെ കവി പറയുന്നത്. ലാസ്റ്റ് ലൈൻസ് എന്താ? ദേ ബിഗിൻ ബീറ്റിംഗ് ഇറ്റ് വിത്ത് എ ഹോസ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇറ്റ് റിയലി മീൻസ്. ഇവിടെയും നമ്മൾ കഴിഞ്ഞ വരികളിൽ കണ്ട പോലെ തന്നെ ആ ഒരു വയലൻ്റ് നേച്ചറിനെയാണ് പറയുന്നത്. ബീറ്റിംഗ് ഇറ്റ് വിത്ത് എ ഹോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹോസ് എന്നുള്ള സാധനം നമ്മൾ കറയുന്ന ഹോസ് തന്നെയാണ്. പക്ഷേ അതിനവിടെ ഒരു എന്താ പറയുന്നത്, വിപ്പ് അല്ലെങ്കിൽ ഒരു ചാട്ടവാറ് അങ്ങനത്തെ ഒരു മീനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ ഭയങ്കര റിജിഡായിട്ട് ഒരു മെക്കാനിക്കലായിട്ട് നമ്മൾ പോയട്രി വായിക്കുകയാണ്, റാദർ ദാൻ ഫീലിങ്ങിലൂടെ വായിക്കേണ്ടതിന് പകരം. അപ്പോൾ അതിനെ വെറുതെ കുറച്ച് എന്താ പറയുക, അതിനൊരു ജീവനില്ലാത്ത പോലെ നമ്മളതിനെ കണക്കാക്കുകയാണ്. ആ ഒരു ഫീലിംഗ് എന്നുള്ള അല്ലെങ്കിൽ ഇമോഷൻ എന്നുള്ള ആ ഒരു പോയിൻ്റൊക്കെ അതിൽ നിന്ന് മാറിപ്പോവുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ വെറും ഒരു ലൈഫ്ലെസ് ആയിട്ടുള്ള ജീവനില്ലാത്ത കുറച്ച് ഇൻ്റർപ്രിട്ടേഷൻസ് മാത്രമായിട്ട് നമ്മളതിനെ മാറ്റുകയാണ്. അപ്പോൾ ഈ വരികളിലൂടെ നമ്മളെ എന്താ പറയുന്നത്, ഈ നമ്മളുടെ മീനിങ് കണ്ടുപിടിക്കാനുള്ള ഈ ഒരു ഒബ്സഷനെ ആണ് ക്രിട്ടിക്ക് ചെയ്യുന്നത് കവി. നേരത്തെ നമ്മളതിനെ നല്ല ഇമേജറി, അതായത് ജോയ്ഫുള്ളായിട്ട് അതിനെ അറിയാനുള്ള ഇമേജറി അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടിട്ട് ഈ നമ്മളുടെ ഈ ഒരു മീനിങ് കണ്ടുപിടിക്കാനുള്ള ഈ ഒരു ഒബ്സഷൻ ഉണ്ടല്ലോ, അതിനെയാണ് ഈ വരികളിലൂടെ ക്രിട്ടിക്ക് ചെയ്യുന്നത്. സോ ബേസിക്കലി ഈ കവിതയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, ഒരു കവിതയെ നമ്മൾ എങ്ങനെ സമീപിക്കണം എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അവിടെ നമ്മൾ എന്ത് തെറ്റാണ് ചെയ്യുന്നത് എന്നുള്ളതും കൂടിയാണ് കവി നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്തിരുന്നത്. വളരെ എളുപ്പമായിട്ടുള്ളൊരു കവിതയാണ്. മെറ്റഫേഴ്സ്, സിമിലീസ്, കുറേ എന്താ പറയുന്നത് ലിറ്റററി ഡിവൈസസ് ഉണ്ട്. ഞാൻ അതും കൂടെ വീഡിയോയിൽ കൊടുത്തേക്കാം. അതുകൂടെ ഒന്ന് എല്ലാവരും വായിച്ചോളൂ. ഓക്കെ, താങ്ക് യു.